ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴമയുടെ രുചിയൂറുന്ന ഒരു അടിപൊളി പലഹാരവുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചക്കക്കുമ്പളപ്പം. ചക്കക്കുമ്പളപ്പം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് വീഡിയോ കണ്ടോളൂ കേട്ടോ. പഴമക്കാർക്കൊക്കെ നല്ല രുചിയുള്ള ഒരു വിഭവമല്ലേ ഇത്. അപ്പോൾ ആദ്യമായിട്ട് ചക്ക അടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കയ്ക്ക് കുറച്ച് മധുരക്കുറവുണ്ടായിരുന്നേ, അത് പിന്നെ നമുക്ക് ശർക്കര വെച്ചോ പഞ്ചസാര വെച്ചോ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം ചക്കയെ. ചക്ക വെന്ത് വരുന്ന സമയത്തിന് ഏലക്കയും ജീരകവും നല്ല ജീരകവും പഞ്ചസാരയും കൂടെ പൊടിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്, 2 തേങ്ങയാണ് കേട്ടോ. പിന്നെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അച്ഛൻ ചക്ക ഇറത്തി കൊടുത്തു, ഞാൻ തേങ്ങയും ചിരണ്ടി കൊടുത്തു. ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം അമ്മയുടെയാണ്. ചക്ക ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒരു പൊടി എടുത്തിട്ടില്ലേ. ഗോതമ്പ് പൊടിക്കകത്തോട്ട് ചക്കയുടെ അരച്ച മിക്സും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതാണ് കേട്ടോ അമ്മ. വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ, രാവിലേട്ടൻ്റെ അമ്മയാണ്. എന്നിട്ട് അതും ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിട്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചതാണ് തിളപ്പിച്ച് വെച്ചേക്കുന്നത്. അത് നമ്മൾ അരിപ്പയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് ഒത്തിരി കല്ലും അഴുക്കും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ പോകാൻ വേണ്ടിയിട്ട് അരിപ്പയ്ക്കകത്തോട്ട് അരിച്ച് കൊടുക്കണേ. അതിനുശേഷം 2 തേങ്ങ ചിരണ്ടിയതും കൂടെ ഇട്ട് കൊടുക്കണം. ഈ 3 സാധനത്തിൻ്റെ, അതായത് തേങ്ങയുടെയും ചക്കയുടെയും ശർക്കരയുടെയും ആ ഒരു വെള്ളമയം കൊണ്ട് വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കയുടെയും പഞ്ചസാരയുടെയും ജീരകത്തിൻ്റെയും കൂടെ പൊടിച്ചതില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പ്, ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ 3ൻ്റെയും വെള്ളമയത്തിലോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചക്ക കുറച്ചും കൂടെ അരയ്ക്കാൻ വേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ, നോക്കിയിട്ട് അരച്ച് കൊടുത്താൽ മതി. അത് നല്ല കറക്റ്റ് പാകമാകുന്ന വരെ ആദ്യമേ ഒന്ന് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കണം. കാരണം ശർക്കരപ്പാനിക്ക് നല്ല ചൂടുണ്ടായിരുന്നല്ലോ. ഒന്ന് സ്പൂണും കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ കിച്ചുകൂട്ടിന് ചക്കക്കുമ്പിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നേഴ്സറി പോയപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞായിരുന്നു, പോയിട്ട് വരുമ്പോഴത്തേക്കും മോന് കുമ്പിളപ്പം ഉണ്ടാക്കി വെക്കാമെന്ന് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചക്കയൊക്കെ ഇട്ട് അടത്തിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ലതായിട്ട് കുഴച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പിളയിലെന്ന് പറയും ഇവിടെ, പിന്നെ വയനലിലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു തോന്നല്ലേ. അതും പിന്നെ വാഴയിലേക്കകത്തുമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം വാഴയിലേക്കകത്ത് ഉണ്ടാക്കുന്ന കുമ്പിളാണ്. എന്നിട്ട് മധുരം ഞാൻ എന്നോട് നോക്കാൻ പറഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ മധുരക്കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നീണ്ടു പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിനെ. അമ്മ വീണ്ടും പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് കുമ്പിളയില എടുത്തിട്ട് നമുക്ക് കുമ്പിൾ കുത്തണം. അതായത് നമ്മൾ കടലയ്ക്കൊക്കെ കുത്തത്തില്ലേ, കടലയ്ക്ക് പേപ്പർ ഇങ്ങനെ പൊതിയത്തില്ല, അതുപോലെ കുമ്പിളയില കുത്തുവാന്ന് പറയും കേട്ടോ. അങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് മാവ് എടുത്ത് വെച്ചത്. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര വെപ്രാളമുണ്ട്. അതുകൊണ്ട് വാരി നിറച്ചൊക്കെ അങ്ങോട്ട് കുത്തി വെച്ചേക്കുവാണ്. അത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ അമ്മ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വെപ്രാളം പോലെ അന്നത്തേക്ക് നിറച്ചങ്ങോട്ട് കുത്തി അങ്ങ് നിറച്ച് വെച്ച് കേട്ടോ. പിന്നെ അപ്പച്ചേമ്പിനകത്താണ് വെക്കുന്നത്. അപ്പച്ചേമ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് അതിൻ്റെ മണ്ടയിൽ അപ്പച്ചേമ്പിൻ്റെ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയത്തില്ലാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ് ഓരോ കാര്യങ്ങളും കേട്ടോ. കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ. അങ്ങനെ വാഴയിലയിലും കുമ്പിളയിലും മാറി 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 നിറച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാശി ഇവിടെ നോക്കിയിരിപ്പുണ്ട്. ചേട്ടായി നേഴ്സറി പോയി കഴിഞ്ഞാൽ പിന്നെ കാശി ഇങ്ങനെയാണ്, നിലം തൊടത്തില്ല, ഭയങ്കര വഴക്കാണ്. ചേട്ടായി ഉണ്ടെങ്കിൽ പിന്നെ കളിച്ച് 2 പേരും കൂടെ നടന്നോളും. അതുകൊണ്ട് ഉറങ്ങിയ സമയത്തിന് ഓടിപ്പോയി തേങ്ങ ചിരണ്ടി മാത്രം കൊടുത്തേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അച്ഛൻ അമ്മയും കൂടെ ആയിരുന്നേ. കുമ്പിള് കുത്താനായിട്ട് എല്ലാ അച്ഛയും കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അമ്മേനെ കൊണ്ട് തന്നെ നടക്കത്തില്ലെന്ന് അച്ഛയ്ക്ക് പകുതിയാകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ സൈഡിൽ തന്നെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം കാണാവേ അച്ഛൻ നോക്കുവാണ് എവിടം വരെ പോകുമെന്ന്. ഈ ഉടനെ എങ്ങും നടക്കത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ കൂടെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് 2 പേരും കൂടിയാണ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണല്ലോ. കാശ് വഴക്കില്ലാത്ത സമയത്തൊക്കെ ഓരോന്ന് ഓടിപ്പോയി ചെയ്ത് കൊടുക്കും. പിന്നെ രാവിലത്തെ പരിപാടിയും എപ്പോഴും പറയുന്നതാണ് അച്ഛയമ്മയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി എന്നെ കൊണ്ട് ആകാവുന്ന പോലെ എല്ലാം ഞാൻ സഹായിക്കുന്നുമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര നമ്മുടെ ആദ്യമേ മാവ് മധുരം ഉണ്ടോ നോക്കിയായിരുന്നല്ലോ, അതനുസരിച്ച് കാശി കാണിക്കുന്നതാണ്. ഇതേണ്ട അങ്ങനെ അച്ഛയും കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. അച്ഛ പിന്നെ സ്പൂണർ നല്ല നീറ്റായിട്ട് കുറച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അന്നേരത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് ഗ്യാസ് അടുപ്പയിലാണ് വെക്കുന്നത്. അത് നന്നായിട്ട് ആവി കയറി വരണം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കൊന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കണേ. ഇതിപ്പോൾ നമുക്ക് ഏറെ കുമ്പിളുണ്ടായിരുന്നതുകൊണ്ട് ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ വേകാനായിട്ട്. അപ്പം നമ്മുടെ അടിപൊളി കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പിളപ്പം അല്ല, ചക്ക കുമ്പിളപ്പം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഒക്കെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ അത് നമുക്കിപ്പോൾ കഴിച്ച് നോക്കാവേ. കിച്ചുക്കുട്ടൻ നേഴ്സറി വന്നപ്പോഴത്തേക്കിനും കുമ്പിളാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് കേട്ടോ. വാഴയിലയിലെയും കുമ്പിളിലയിലെയും എല്ലാം 2 രീതിയിലുള്ള കുമ്പിൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കുമ്പിളപ്പം ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ. വേറെ രീതികളിലും ഉണ്ടാക്കും കേട്ടോ. ചക്ക ഇട്ടിട്ട് ഇങ്ങനെയാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതേടെ നല്ല സോഫ്റ്റാണ്, കാണാൻ നല്ല രസമില്ലേ. അപ്പോഴത്തേക്ക് കിച്ചുകൂട്ടനെയും കാശിക്കൂട്ടനെയും കൊടുക്കുവാണ്. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. കാശിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും കിച്ചുകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കുമ്പിള്. എന്നിട്ട് കിച്ചു നേഴ്സറി നിന്നപ്പോൾ നേഴ്സറിയിൽ നിന്ന് വന്ന് കൈയും മുഖവും കാലും ഒക്കെ കഴിപ്പിച്ചതിന് ശേഷം അവനും കൊടുത്തിട്ടോ. ഇനി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കിവിടെ ചക്ക ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയില്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചക്ക റെസിപ്പികളെല്ലാം വരുന്നുണ്ട്. ചക്കക്കുമ്പിളാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് ചക്കക്കുമ്പിൾ തിന്നാൻ തോന്നുമ്പോൾ അന്നേരം ശർക്കരയും വാങ്ങിച്ച് ഉണ്ടാക്കുവേ. അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു മടിയില്ല കേട്ടോ. ഇതേതുണ്ട് നല്ല സോഫ്റ്റാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ഉടനെ വരാം. താങ്ക് യു ഗൈസ്.